ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബീഫ് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കണം. പകുതി വേവിച്ചെടുത്ത ശേഷമാണ് അരപ്പ് നമ്മൾ ചേർക്കുന്നത്. ആദ്യമേ അത് കഴുകി വാരി അതിലേക്ക് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൂത്ത ഇറച്ചിയാണെങ്കിൽ അതനുസരിച്ച് വേവിച്ചെടുക്കണം. ഇറച്ചിയാകുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണം നല്ലതായിട്ട് വെന്ത് കിട്ടാൻ. പക്ഷേ ഇന്ന് മേടിച്ച ഇറച്ചി നല്ല സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അരമണിക്കൂർ കൊണ്ട് തന്നെ അത് ഏകദേശം പകുതി വെന്ത് കിട്ടി ഇറച്ചി. അപ്പോൾ അതനുസരിച്ച് വേവിച്ചെടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ആദ്യമേ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ വറുത്ത് എടുക്കാം തേങ്ങ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ആദ്യമേ സവാള വഴറ്റിയെടുക്കണം. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത എണ്ണയിൽ തന്നെയാണ് ഉള്ളിയും വഴറ്റുന്നത്. നല്ലപോലെ വഴറ്റിയെടുക്കണം. പകുതി ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പല ഇട്ട് കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പലയിലിട്ട് ഒന്നിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അതുപോലെ ചുമന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കണം. ബീഫ് വെന്തോന്ന് നമുക്ക് നോക്കാം. അതിലെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ഉള്ളി മസാലയെല്ലാം ചൂടാക്കിയിട്ട് അങ്ങനെ അരച്ചെടുത്ത് ആ പകുതി വെന്ത ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്ത തേങ്ങാക്കൊത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയില, മല്ലിയില എല്ലാം ഇട്ട് കൊടുത്തു. ആവശ്യമായിട്ടുള്ള ഗ്രേവിക്കുള്ള വെള്ളവും ചേർത്ത് ഒന്നുകൂടെ അത് അരപ്പെല്ലാം കൂടെ വേകാനായിട്ട് ഒരു അരമണിക്കൂർ കൂടെ വെക്കാം. ആവശ്യമായ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്താണ്. വഴറ്റിയ മസാല ഞാൻ ആറിയ ശേഷം നമ്മൾ മുളക് പൊടിയും കൂടെ മസാലപ്പൊടി എല്ലാം വറുത്ത് അരച്ചെടുത്തതാണ് കേട്ടോ ചേർത്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ബീഫ് കറിയാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.